ഒരുപാടധികം ആൾക്കാർ ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മുട്ടുവേദന, എല്ലുവേദന, അസ്ഥിവേദന തുടങ്ങിയവ. ഒരുപാടധികം തരത്തിലുള്ള പെയിൻ കില്ലർ കഴിച്ചിട്ടും നിങ്ങളുടെ വേദനയ്ക്ക് യാതൊരു തരത്തിലുള്ള ശമനവുമില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. കാരണം ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്ന ഈ ഒറ്റമൂലി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അസ്ഥിവേദനയും അതുപോലെ തന്നെ മുട്ടുവേദനയും നിങ്ങളുടെ എല്ലുവേദനയും പൂർണ്ണമായിട്ടും 100% മാറ്റാനായിട്ട് സാധിക്കും. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. മാക്സിമം ആളുകളിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ ഒരു ഇൻഗ്രീഡിയന്റിന്റെ പേരാണ് ചങ്ങലം പരണ്ട എന്ന് പറയും. ചങ്ങലം പരണ്ട എന്ന് പറയുന്നതാണ് ഇതിന്റെ മലയാളം പേര്. ഇതിന്റെ സയന്റിഫിക് നെയിം വന്നിട്ട് സിസ്റ്റസ് ക്വാഡ്രാങ്കുലാരിസ് എന്നാണ് ഇതിന്റെ പേര്. അതുപോലെ തന്നെ ഹിന്ദിയില് ഹഡ്ജോഡ് എന്ന് പറയും, തമിഴില് പിരണ്ടെ എന്ന് പറയും. അപ്പോ നമ്മുടെ നാട്ടില് പറയുന്നതാണ് ചങ്ങലം പരണ്ട. അപ്പൊ ഈ ചങ്ങലം പരണ്ടയ്ക്ക് ഒരുപാടധികം തരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഈ ചങ്ങലം പരണ്ട. അപ്പൊ ഈ ചങ്ങലം പരണ്ടയുടെ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കിയാൽ തന്നെ അത് ഒരുപാട് അസ്ഥി അല്ലെങ്കിൽ ജോയിന്റ്സിന്റെ സ്ട്രക്ചർ പോലെയാണ് ഇരിക്കുന്നത്. ഈ ചങ്ങലം പരണ്ടയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ചങ്ങലം പരണ്ടയുടെ ഏറ്റവും വളരെ വലിയൊരു ഹെൽത്ത് ബെനിഫിറ്റ് ആണ് ഇതിന്റെ അകത്ത് ഒരുപാടധികം തരത്തിലുള്ള കാൽഷ്യം ഉണ്ട്. ഈ കാൽഷ്യത്തിന് റിച്ച് ആയിട്ടുള്ള ഒരു സോഴ്സ് തന്നെയാണ് ചങ്ങലം പരണ്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസിന് മുട്ട കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ചങ്ങലം പരണ്ട. മാത്രമല്ല ഇതിന്റെ അകത്ത് ഒരുപാടധികം ഫോസ്ഫറസ് ഉണ്ട്, ഒരുപാടധികം സ്റ്റിറോയിഡൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്. മാത്രമല്ല ഒരുപാടധികം ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അതായത് ഫ്ലാവിനോയിഡ്സും കരോട്ടിനോയിഡ്സും ഒരുപാടധികം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ് ഈ ഒരു ചങ്ങലം പരണ്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട്, മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലിനും പല്ലിനും വളരെയധികം നല്ലൊരു കാര്യമാണ് ചങ്ങലം പരണ്ട. ഈ ചങ്ങലം പരണ്ട നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും വളരെയധികം രീതിയിൽ ശക്തി തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇതിന്റെ അകത്ത് ലൈസീൻ എന്ന് പറഞ്ഞിട്ടൊരു അമിനോ ആസിഡ് ഉണ്ട്. ഈ ലൈസീന്റെ മെയിൻ ആയിട്ടുള്ള ഉപയോഗം എന്ന് പറയുമ്പോൾ ലൈസീൻ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ ഹെൽപ്പ് ചെയ്യും. കാൽഷ്യം ശരീരത്തിൽ വലിച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ കാൽഷ്യം കുറഞ്ഞു പോകാതിരിക്കാനായിട്ട് വളരെയധികം രീതിയിൽ ചങ്ങലം പരണ്ട ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ചങ്ങലം പരണ്ട സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് എല്ല് പൊട്ടുന്നതും എല്ല് പൊടിഞ്ഞു പോകുന്ന അസുഖം, അതായത് ഓസ്റ്റോപൊറോസിന്റെ റിസ്ക് ഒക്കെ വളരെയധികം കുറവായിട്ട് കാണുന്നു. 55 വയസ്സ് അല്ലെങ്കിൽ 50 മുതൽ 55 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ആർത്തവം നിൽക്കുന്നു, മെനോപോസ് ആകുന്നു. ഇങ്ങനെയുള്ള ആളുകളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകളിൽ എന്ത് പറ്റും? എല്ല് പൊടിയാൻ അല്ലെങ്കിൽ ഓസ്റ്റോപൊറോസിന്റെ റിസ്ക് വളരെയധികം കൂടും. അതുകൊണ്ട് തന്നെ 50 വയസ്സ് അല്ലെങ്കിൽ 55 വയസ്സ് കഴിഞ്ഞ് ആർത്തവം നിന്ന സ്ത്രീകളിൽ ഈ ഒരു ചങ്ങലം പരണ്ട സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഓസ്റ്റോപൊറോസിന്റെ റിസ്ക് വളരെയധികം രീതിയിൽ കുറയ്ക്കും. മാത്രമല്ല ആർത്തവം നിന്നത് കാരണം ഒരുപാടധികം പ്രശ്നങ്ങൾ ഈ സ്ത്രീകൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് കുറയ്ക്കാനും ചങ്ങലം പരണ്ട ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല എച്ച് പൈലോറി ഇൻഫെക്ഷൻ കുറയ്ക്കാനായിട്ട് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ചങ്ങലം പരണ്ട. എച്ച് പൈലോറി എന്ന് പറയുന്ന മൈക്രോബാണ് നമുക്ക് അൾസർ ഉണ്ടാക്കുന്നത്, സ്റ്റൊമക് അൾസർ ഉണ്ടാക്കുന്നത്, പെപ്റ്റിക് അൾസർ ഉണ്ടാക്കുന്നത്. അപ്പോ ഈ ഒരു ചങ്ങലം പരണ്ട കഴിക്കുന്നത് വഴി എച്ച് പൈലോറി ഇൻഫെക്ഷൻ തടയാനായിട്ട് പറ്റും. മാത്രമല്ല കുടലിലുള്ള വിര മാറ്റാനും വളരെയധികം നല്ലൊരു കാര്യമാണ് ഈ ചങ്ങലം പരണ്ട. മാത്രമല്ല എന്തെങ്കിലും ആക്സിഡന്റ് കാരണം എല്ല് ഒടിഞ്ഞു പോയ ആൾക്കാർക്ക് ചങ്ങലം പരണ്ട സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഫ്രാക്ചർ ഹീലിന് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഉളുക്ക്, മസിൽ പെയിൻ ഇതിനും വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചങ്ങലം പരണ്ട. സ്ഥിരമായിട്ട് ഉളുക്ക് പറ്റാറുണ്ടോ നിങ്ങൾക്ക്? ചങ്ങലം പരണ്ട കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഉളുക്ക് സ്ഥിരമായിട്ട് വരുന്നത് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. മാത്രമല്ല ആർത്തവം നിന്ന സ്ത്രീകളിൽ ഒരുപാടധികം രീതിയിൽ ചൂട് ശരീരം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഹോട്ട് ഫ്ലഷ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചങ്ങലം പരണ്ട സ്ഥിരമായിട്ട് കഴിക്കുന്നത് ശരീരത്തിനെ തണുപ്പിക്കുന്നു. ശരീരം തണുപ്പിക്കുന്നത് വഴി ഈ ഹോട്ട് ഫ്ലഷ് വരുന്നത് തടയുന്നു. മാത്രമല്ല ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചങ്ങലം പരണ്ട. ബ്ലഡ് ഷുഗർ മാത്രമല്ല ബ്ലഡ് കൊളസ്ട്രോൾ മാറ്റാനും വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ചങ്ങലം പരണ്ട. മാത്രമല്ല പൈൽസ് വരുന്ന ആൾക്കാരാണെങ്കിൽ, പൈൽസിന്റെ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളും ഈ ചങ്ങലം പരണ്ട കഴിക്കാൻ വളരെ നല്ലതാണ്. പൈൽസ് അല്ലെങ്കിൽ നമുക്കുള്ള മൂലക്കുരു അല്ലെങ്കിൽ ഏനൽ ഫിഷർ ഒക്കെ മാറ്റാൻ വളരെയധികം രീതിയിലുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചങ്ങലം പരണ്ട. അതിന് പുറമെ തന്നെ HDL കൊളസ്ട്രോൾ കൂട്ടാനും ചങ്ങലം പരണ്ട ഒരുപാടധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പലയധികം സ്റ്റഡീസ് പറയുന്നുണ്ട്. മാത്രമല്ല ഇനി ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ഗുണമാണ് ചങ്ങലം പരണ്ട കഴിക്കുന്നത് പെയിൻ കുറയ്ക്കാൻ വളരെയധികം രീതിയിൽ സഹായിക്കുന്നു. എങ്ങനെയാണ് ഇത് പെയിൻ കുറയ്ക്കുന്നത്? പെയിൻ വരാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാരണം പ്രോസ്റ്റാഗ്ലാൻഡിൻ ആണ്. പ്രോസ്റ്റാഗ്ലാൻഡിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് പെയിൻ ഉണ്ടാവുന്നത്. ചങ്ങലം പരണ്ടയിലെ പലയധികം സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ചങ്ങലം പരണ്ടയിൽ ഞാൻ പറഞ്ഞു സ്റ്റിറോയിഡൽ കണ്ടന്റ് ഉള്ള പല സബ്സ്റ്റൻസ് ഉണ്ട്.
ഈ സ്റ്റിറോയിഡൽ സബ്സ്റ്റൻസ് ഉള്ള ഈ ഒരു സബ്സ്റ്റൻസ് മാക്സിമം പ്രോസ്റ്റാഗ്ലാൻഡിനെ ഇൻഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രോസ്റ്റാഗ്ലാൻഡിനെ ഉത്ഭവിപ്പിക്കുന്നത് കുറയ്ക്കുന്നു. മാത്രമല്ല ഈ ചങ്ങലം പരണ്ടി സ്ഥിരമായിട്ട് കഴിക്കുന്നത് ജോയിന്റ് അല്ലെങ്കിൽ അസ്ഥികളിലുള്ള പെയിനും അതുപോലെ തന്നെ ഇൻഫ്ലമേഷനും തടയാനായിട്ട് വളരെയധികം രീതിയിൽ സഹായിക്കുന്നു. മാത്രമല്ല ജോയിന്റ്സിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ നീര് ഇത് മാറ്റാനും വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ചങ്ങലം പരണ്ട എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യമാണ് ഈ ചങ്ങലം പരണ്ട നമുക്ക് എങ്ങനെ കഴിക്കാം. മെയിൻ ആയിട്ട് നമുക്ക് ഈ ചങ്ങലം പരണ്ട പലതരത്തിലുള്ള പൗഡർ ഫോമിൽ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ പൗഡേഴ്സ് നിങ്ങൾക്ക് മേടിച്ച് കഴിക്കാം. മാർക്കറ്റിൽ ഒരുപാടധികം തരത്തിലുള്ള ചങ്ങലം പരണ്ടയുടെ പൗഡേഴ്സ് ഉണ്ട്. പ്രൊവൈഡഡ് നിങ്ങൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒതന്റിക് ആയിട്ടുള്ള ബ്രാൻഡ്സ് അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് മാത്രം വാങ്ങിക്കുക. ഞാൻ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചങ്ങലം പരണ്ടയുടെ പൗഡർ കിട്ടുന്ന ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ബ്രാൻഡ്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്പോൺസർഡ് വീഡിയോ അല്ല. നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് ഈ ഒരു ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു പൗഡർ വാങ്ങിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചങ്ങലം പരണ്ട എടുക്കുക, ഇതിനെ നിങ്ങൾ നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കുക, ഇതിനെ നിങ്ങൾ പൊടിക്കുക. നിങ്ങൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ അത് നിങ്ങൾക്ക് സ്പ്രിങ്കിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇത് വളരെയധികം രീതിയിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടുള്ള ഒരു കാര്യമാണ് ഈ ചങ്ങലം പരണ്ട എന്ന് പറയുന്നത്. രണ്ടാമതായിട്ടും നമുക്ക് ഈ ചങ്ങലം പരണ്ട വെച്ച് ഒരു ചട്നി ഉണ്ടാക്കാം. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ഈ ചങ്ങലം പരണ്ട എടുക്കുക, ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ചങ്ങലം പരണ്ട ചില ആൾക്കാർക്ക് ഒരു ചൊറിച്ചിലുണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ പോളിത്തീൻ കവറോ ഇട്ട് കയ്യിലിട്ടിട്ട് മാത്രം നിങ്ങൾ ഈ ചങ്ങലം പരണ്ട വൃത്തിയാക്കുക. മാത്രമല്ല നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തേക്കുന്നത് വളരെയധികം രീതിയിൽ ഈ ഒരു ഇറിറ്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ഒരു പാൻ എടുക്കുക. ഈ പാനിന്റെ അകത്ത് 2 സ്പൂൺ കടുകെണ്ണ ഒഴിക്കുക. കടുകെണ്ണയ്ക്ക് ഒരുപാടധികം തരത്തിലുള്ള ഗുണമുണ്ട്. ഒന്നാമത്തെ ഗുണമാണ് ജോയിന്റ്സിന് നല്ലൊരു ലൂബ്രിക്കന്റ് ആണ് ഈ കടുകെണ്ണ എന്ന് പറയുന്നത്. മാത്രമല്ല കാർട്ടിലേജിന്റെ ഹെൽത്തിന് വളരെയധികം നല്ലതാണ് ഈ ഒരു കടുകെണ്ണ. ഇനി മൂന്നാമതായിട്ട് ജോയിന്റ്സ് വളരെ സ്റ്റിഫ് ആയിട്ടിരിക്കുന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ ജോയിന്റ്സ് വളരെയധികം രീതിയിൽ ലൂബ്രിക്കേഷൻ ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മയം ഇല്ലാതെ ഇരിക്കുന്ന ഒരു ജോയിന്റ്സ് ആണെങ്കിൽ അതിന് നിങ്ങൾക്ക് വളരെയധികം രീതിയിൽ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ജോയിന്റ് സ്റ്റിഫ്നെസ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു മസ്റ്റർഡ് ഓയിൽ എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിന് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടുള്ള വളരെയധികം വലിയൊരു പ്രോപ്പർട്ടിയും ഈ ഒരു മസ്റ്റർഡ് ഓയിലിനുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിന്റെ അകത്ത് ഒരു 2 സ്പൂൺ ഉറാഗ് ഡാലും 2 സ്പൂൺ മൂങ് ഡാലും നമുക്ക് ഇടാം. അപ്പൊ ഈ കടുകെണ്ണയുടെ അകത്തേക്ക് നിങ്ങൾ ഉറാഗ് ഡാലും മൂങ് ഡാലും ഇടുക. ഈ ഉറാഗ് ഡാലും മൂങ് ഡാലിനും ഒരുപാടധികം രീതിയിൽ നമ്മുടെ ദഹനം ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാടധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതും കൂടെ ആഡ് ചെയ്യുക. ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒരു 1/2 കപ്പ് ഈ ഒരു ചങ്ങലം പരണ്ട അല്ലെങ്കിൽ ഹഡ്ജോട് നിങ്ങൾ ഇടുക. ഇതിട്ട് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. ഇനി അതിന്റെ അകത്തേക്ക് നിങ്ങൾ കുറച്ച് ഉപ്പിടുക. മാത്രമല്ല കുറച്ച് മുളക് പൊടി ഇടുക, കുറച്ച് മല്ലിയില ഇടുക. നന്നായിട്ട് നിങ്ങൾ ഇത് കുക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കുറച്ച് തേങ്ങ നന്നായിട്ട് തിരുമിയിട്ട് അതും കൂടി ഇതിന്റെ അകത്തേക്ക് ആഡ് ചെയ്യുക. ഇത് നല്ല രീതിയിൽ നിങ്ങൾ കുക്ക് ചെയ്യാൻ വെക്കുക. കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുറച്ച് കായപ്പൊടി ആഡ് ചെയ്യുക. കായത്തിനും ഒരുപാടധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് കായം വയറിലെ കാർസിനോമ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് കാർസിനോമ അതുപോലത്തുള്ള ഒരുപാടധികം വയറിന് വരുന്ന അസുഖങ്ങൾ കുറയ്ക്കാനായിട്ട് ഈ കായം വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോ നിങ്ങൾ കായം ഇതിന്റെ അകത്ത് ആഡ് ചെയ്യുക, നല്ല രീതിയിൽ കുക്ക് ചെയ്യുക. ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ നിങ്ങൾ നല്ല രീതിയിൽ ഇതിനെ കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇതിനൊന്ന് തണുക്കാനായിട്ട് വെക്കുക. ഒരു ബ്ലെൻഡർ എടുക്കുക അല്ലെങ്കിൽ ഒരു മിക്സി എടുക്കുക. ഇതിന്റെ അകത്തേക്ക് നിങ്ങൾ ഈ പറഞ്ഞ മിശ്രിതം നിങ്ങൾ ഇടുക. ഈ ഹഡ്ജോട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കാര്യം ഇടുക. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ കുറച്ച് പുളി ഇടുക. മാത്രമല്ല കുറച്ച് നെയ്യ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റർഡ് ഓയിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിന്റെ കൂട്ടത്തിലേക്ക് കുറച്ച് കുരുമുളക് ഇടാവുന്നതാണ്. ഇത് കൂടി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് ഒരു ചട്നിയായിട്ട് യൂസ് ചെയ്യാം. ദോശയുടെയും ഇഡലിയുടെയും അല്ലെങ്കിൽ പപ്പടത്തിന്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാടധികം നല്ല രീതിയിൽ കഴിക്കാവുന്നതാണ്. ഒരു ആഴ്ചയിൽ നിങ്ങൾ 2-3 ദിവസം ഈ ഒരു ചട്നി കഴിക്കുന്നത് വളരെയധികം രീതിയിൽ നിങ്ങളുടെ ബോൺ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പലതരത്തിലുള്ള ഓയിലും നമുക്ക് ഈ ഒരു ഹഡ്ജോഡിന്റെ അല്ലെങ്കിൽ നമുക്ക് ഈ ചങ്ങലം പരണ്ടയുടെ പലതരത്തിലുള്ള എണ്ണ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ മുട്ടിലും അതുപോലെ തന്നെ നിങ്ങളുടെ കൈകാലുകളിൽ തേക്കുന്നത് ജോയിന്റ് പെയിൻസ് മാറ്റാനായിട്ട് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആ ഒതന്റിക് ആയിട്ടുള്ള ബ്രാൻഡ്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിന്ന് വാങ്ങിക്കാം. ഞാൻ ഒതന്റിക് ആയിട്ടുള്ള ബ്രാൻഡ്സ് മാത്രമേ, ഞാൻ ഒരു തരത്തിലുള്ള പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യുന്നില്ല. ഒതന്റിക് ആയിട്ടുള്ള ബ്രാൻഡ്സ് മാത്രമാണ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ഒരുപാടധികം ആൾക്കാർക്ക് ഇങ്ങനെ ചട്നി ഒന്നും ഉണ്ടാക്കാനായിട്ട് സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചങ്ങലം പരണ്ടയുടെ ഗുളികകൾ അവൈലബിൾ ആണ്. ഡാബറിന്റെയും അതുപോലെ തന്നെ ഹിമാലയയുടെയൊക്കെ വളരെയധികം നല്ല ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഹിമാലയയുടെ ഡാബറിന്റെയോ ഈ ചങ്ങലം പരണ്ടയുടെ ടാബ്ലറ്റ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഹഡ്ജോഡ് ടാബ്ലറ്റ്സ് നിങ്ങൾക്ക് മേടിച്ച് കഴിക്കാവുന്നതാണ്.
ഒരു ആഴ്ചയിൽ നിങ്ങൾ ഒരു 3-4 ദിവസം ഈ ടാബ്ലറ്റ്സ് കഴിക്കുന്നത് വളരെയധികം രീതിയിൽ നിങ്ങളുടെ ജോയിന്റ് പെയിൻ കുറയ്ക്കാനും എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ ബലത്തിന് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ ദോശ ഉണ്ടാക്കുന്ന ദോശമാവിലേക്കും ഈ ഒരു ചങ്ങലം പരണ്ട അരച്ച് ചേർത്ത് ദോശ ഉണ്ടാക്കുന്നത് വളരെയധികം രീതിയിൽ നല്ലതാണ്. രസം ഉണ്ടാക്കുമ്പോൾ രസത്തിന്റെ അകത്ത് ഈ ചങ്ങലം പരണ്ടയുടെ പൊടി ഇടുന്നത് വളരെയധികം ടേസ്റ്റിയാണ്. മാത്രമല്ല സാലഡ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ അകത്ത് ഈ ചങ്ങലം പരണ്ടയുടെ പൊടി ആഡ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം വളരെയധികം രീതിയിൽ നിങ്ങളുടെ ജോയിന്റ് പെയിൻ കുറയ്ക്കാനും ജോയിന്റ്സിന്റെ ഹെൽത്തിനും വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം. ഇനി ഈ ഒരു ചങ്ങലം പരണ്ട അല്ലാതെ നമ്മുടെ ജോയിന്റ്സിന്റെ പെയിൻ കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഇനി അടുത്തതായിട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോ ടിപ്പാണ് മഹാനാരായണ ഓയിൽ. ഈ മഹാനാരായണ തൈലം എന്ന് പറയുന്നത് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിന്റെ അകത്ത് ഒരു 58 ഹെർബുണ്ട്, 58 സസ്യങ്ങൾ വെച്ചിട്ടാണ് ഈ മഹാനാരായണ തൈലം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 58 സസ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ 58 സസ്യങ്ങൾക്ക് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, പെയിൻ കുറയ്ക്കാനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. മാത്രമല്ല ഇതിന്റെ അകത്ത് കടുകെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, മാത്രമല്ല എള്ളെണ്ണയുണ്ട്, മാത്രമല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ആട്ടുംപാലിലാണ്. അപ്പൊ ഇത് ജോയിന്റ് പെയിൻ കുറയ്ക്കാൻ വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യും, സന്ധി വേദന കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും, സന്ധിവാദം വരെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പല ആയുർവേദിക് ടെക്സ്റ്റ് ബുക്സും പറയുന്നത്. മാത്രമല്ല ഇതിന് വളരെയധികം രീതിയിൽ നമ്മുടെ ജോയിന്റ്സിന്റെ സ്റ്റിഫ്നെസ് കുറയ്ക്കാനും ജോയിന്റ്സിന് ലൂബ്രിക്കേഷൻ തരാനും ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിന് സൈഡ് എഫക്ട് ചെയ്യില്ല. ഇപ്പൊ നമുക്കറിയാം പെയിൻ കില്ലർ കഴിക്കുമ്പോൾ അതിന് ഒരുപാടധികം സൈഡ് എഫക്ട്സ് ഉണ്ട്. പെയിൻ കില്ലേഴ്സിന്റെ സൈഡ് എഫക്ട് എന്ന് പറയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വരെ വരാനായിട്ടുള്ള സൈഡ് എഫക്ട്സ് പെയിൻ കില്ലർ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ മഹാനാരായണ തൈലം എന്ന് പറയുന്നതിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്തിന് മുന്നേ നിങ്ങൾക്ക് കുറച്ച് തൈലം എടുത്ത് കയ്യിലെല്ലാം തേക്കുക. മാത്രമല്ല തേച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ്. ഇത് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മഹാനാരായണ തൈലം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി ഞാൻ ലിങ്കിൽ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് ആ കമ്പനിയുടെ മഹാനാരായണ തൈലം മേടിക്കാവുന്നതാണ്. വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എപ്പോഴും പറയുന്നത് പോലെ ഒരു 40 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളും ഈ ഒരു മഹാനാരായണ തൈലം ഉപയോഗിക്കുക. കാരണം ഒരുപാടധികം രീതിയിലുള്ള മാജിക്കൽ ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സും അതുപോലെ തന്നെ വേദന സംഹാരിയുമാണ് ഈ ഒരു മഹാനാരായണ തൈലം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ വേദന കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാം? ഒന്നാണ് പാരിജാതത്തിന്റെ ഇല ഇട്ട് വെള്ളം കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാരിജാതം എന്ന് പറയുന്നത് ഒരു 3-4 ഇല എടുക്കുക, അതിനെ നമ്മൾ ഒരു ചൂടുവെള്ളത്തിലേക്ക് ഇടുക, തിളപ്പിക്കുക. ഇത് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഈ ഒരു പാരിജാതത്തിന്റെ ഇല ഇട്ട് വെള്ളം കുടിക്കുന്നത് ജോയിന്റ് പെയിൻ കുറയ്ക്കാനും അതുപോലെ തന്നെ വേദന കുറയ്ക്കാൻ വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ ഒരുപാടധികം ആൾക്കാർക്ക് ഈ പാരിജാതം കിട്ടത്തില്ല. പാരിജാതം കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉലുവയുടെ വെള്ളം കുടിക്കാവുന്നതാണ്. ഉലുവ വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഉലുവയുടെ പറ്റിയുള്ള ഗുണങ്ങളെ പറ്റി ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് എന്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഉലുവ വെള്ളം എന്ന് പറയുന്നത്. ഉലുവ വെള്ളത്തിന് ഒരുപാടധികം രീതിയിലുള്ള ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. മാത്രമല്ല ഉലുവയ്ക്ക് ഒരുപാടധികം രീതിയിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ കുറയ്ക്കുന്ന ഒരുപാടധികം രീതിയിലുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പം ഉലുവ കഴിക്കുന്നത് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഉലുവ വെള്ളം കുടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആ ഉലുവയും കൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് വേദന കൂട്ടുന്ന ഫുഡ് എന്തൊക്കെയാണ്? വേദന കൂട്ടുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഫുഡാണ് ഗോതമ്പ്. അപ്പൊ നിങ്ങൾ ഗോതമ്പ് നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പകുതി ജോയിന്റ് പെയിനും പകുതി നിങ്ങളുടെ ബോൺ പെയിനും അസ്ഥിവേദനയും മുട്ടുവേദനയും കുറയ്ക്കാനായിട്ട് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഒരുപാടധികം ആൾക്കാർ വിചാരിക്കും ഗോതമ്പ് വളരെ നല്ലതാണെന്ന് പറഞ്ഞ് ഒരുപാട് ചപ്പാത്തിയും റൊട്ടിയും കഴിക്കുന്നവരുണ്ട്. മാക്സിമം നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്യുക. ഗോതമ്പിനേക്കാളും നല്ലതാണ് നമ്മുടെ ചോറ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചോറ് കഴിക്കാം, പക്ഷെ ഗോതമ്പ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഈ ഗോതമ്പോ അല്ലെങ്കിൽ ചോറിനേക്കാൾ ഏറ്റവും നല്ലൊരു കാര്യമാണ് നമുക്ക് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല റാഗി, കൂരവ് വളരെ നല്ലതാണ്. സോർഗം, ബാർലി ഇതെല്ലാം വളരെയധികം രീതിയിൽ നല്ലതാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും മില്ലറ്റ്സ് നിങ്ങളുടെ ഫുഡിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ഉച്ചക്കത്തെ ഫുഡോ രാവിലത്തെ ഫുഡോ മില്ലറ്റ് കൊണ്ടുണ്ടാക്കാനായിട്ട് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. മില്ലറ്റ്സ് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്തതായിട്ട് ഒരുപാട് ജങ്ക് ഫുഡ്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഒരുപാടധികം തണുത്ത ഫുഡ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഈ തണുത്ത ഫുഡ് നിങ്ങൾ ഒരുപാട് തണുത്ത ഫുഡ് കഴിക്കുന്നതും ജോയിന്റ് പെയിനും നിങ്ങളുടെ വേദന കൂട്ടാനായിട്ട് ഒരുപാടധികം കാരണമാകുന്നു. അപ്പൊ മാക്സിമം നിങ്ങൾ ഈ ഒരു ചൂടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾ ചെറു ചൂടുവെള്ളത്തിൽ ദേഹം കഴുകുന്നതും വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം രീതിയിലുള്ള മാജിക്കലായിട്ടുള്ള റിസൾട്ട്സ് നിങ്ങൾ കാണാൻ പറ്റും. 1 മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് ജോയിന്റ് പെയിനും അതുപോലെ മുട്ടുവേദനയും സന്ധിവേദനയും എല്ലാം നിങ്ങൾക്ക് മാറ്റി വളരെയധികം രീതിയിൽ എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് നടക്കാനായിട്ട് സാധിക്കും. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ ഹജ്ജോട് അല്ലെങ്കിൽ ചങ്ങലം വരണ്ട, അതുപോലെ തന്നെ മഹാനാരായണ തൈലം, അതുപോലെ തന്നെ പാരിജാതത്തിന്റെ ഇലയിട്ടിട്ടുള്ള വെള്ളം, അല്ലെങ്കിൽ നിങ്ങൾക്ക്
നമ്മുടെ ഉലുവ വെള്ളം. ഈ 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല നിങ്ങളുടെ ഡയറ്റില് മാക്സിമം പൂരവ് നിങ്ങൾ ഉൾപ്പെടുത്തുക. മുട്ട കഴിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ മുട്ട അവോയ്ഡ് ചെയ്യുക. കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ മുട്ട കഴിക്കുക. വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല പാല് നിങ്ങൾ കുടിക്കുക. അപ്പൊ ഇതൊക്കെ വളരെയധികം രീതിയിൽ നമ്മുടെ ജോയിന്റ് പെയിൻ മാറ്റാനും നമുക്ക് കാൽഷ്യം കൂട്ടാനും അയൺ കൂട്ടാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല നമ്മുടെ ചങ്ങലമ്പരണ്ടയ്ക്ക് വേറൊരു ഗുണമുണ്ട്. നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ രക്തത്തിൽ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാടധികം ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. സോ ഇറ്റ്സ് മീ പ്രണവ് പി നായർ സൈനിങ് ഓഫ്. ബൈ ബൈ.